വെൽക്കം ടു അനദർ വീഡിയോ. എന്നും പറയുന്ന പോലെ ഇന്ന് കോമഡീസ് ഒന്നും പറയുന്നില്ല, ഓവർ ദ ടോപ്പായിട്ട് ഒന്നും പറയുന്നില്ല, ബിക്കോസ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വന്നേക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗൈസ്, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ OTT ഇറങ്ങിയ പിന്നെ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഫെറോഷ്യസ് ആയിട്ട് ട്രോളിക്കൊണ്ടിരിക്കുക. ഞാൻ ഹൃദയമൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയ സമയത്ത് വന്ന ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ വന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കിയിട്ട് പോകും. അതൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളായിരുന്നു. ഇപ്പം എന്താ ആൾക്കാർക്ക് എന്തോ വൈരാഗ്യമുള്ള പോലെയൊക്കെ ട്രോളിയിട്ട് പോകുന്നതിന്. ഈ പോസിറ്റീവ് പറഞ്ഞ മൂവി റിവ്യൂവേഴ്സ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സിനിമ ഇറങ്ങിയപ്പം OTT വരുന്നതിന് മുന്നേ റിവ്യൂ ഇട്ടവരെ കളിയാക്കുന്ന പോലെ ഇടുന്നു. സിനിമയുടെ വളരെ ഇമോഷണൽ സീൻസിനെയൊക്കെ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് ഒരുപാട് ഇത് വരുന്നു. ശരിയാ, അത് തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണത്, സത്യം ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് BGM ആ ഒരു ഫീലൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന പോലെ OTT കിട്ടില്ല. പക്ഷെ OTT വരുമ്പോൾ ടോട്ടൽ വേസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുക. അങ്ങനെയൊന്നുമല്ല. ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഫോണോ പിന്നെ അതിൻ്റെ ഒരു സ്പീക്കറോ വെച്ചിട്ട് ആ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ടിരുന്ന് കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ല, നല്ല രസമായിട്ട് ആ പാട്ടുകൾ കേൾക്കാം. ഒരു കുഴപ്പമില്ല. എനിക്ക് ചിലപ്പം സിനിമ തിയേറ്ററിൽ ഭയങ്കര വർക്ക് ആയതുകൊണ്ടായിരിക്കും. പിന്നെ 2 ആഴ്ച മോശം റിവ്യൂ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു 7 അയൽവക്കത്ത് പോലും മോശത്തിൻ്റെ പോലും ആൾക്കാർ പറയാൻ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു പടമാണ് ഇപ്പോൾ ഇരുന്നിട്ട് ഭയങ്കര ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ക്രിഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ക്രിഞ്ചെന്ന് പറയാൻ പറ്റുന്ന എന്തുമാത്രം കോണ്ടൻറ്റ് യൂട്യൂബിലുണ്ട്, എന്തുമാത്രം കോണ്ടൻറ്റ് വേറെ ഭാഷകളിൽ നിന്ന് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എന്തുവാ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിട്ട് ഈ ബഡേ മിയ ചോട്ടേ മിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് മെലോ ഡ്രാമ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കായ മെലോ ഡ്രാമ അല്ലേടേ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് അതിനെ വിളിച്ചിട്ട് ട്രോളുന്നത്? ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട അന്ന് തന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്, 14 വ്യൂസ് കിട്ടിയത്. ഐ എം സ്റ്റിൽ റൈസിങ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ആ സാധനം ഒന്ന് എടുത്തു വെച്ച് നോക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇതെടുത്ത് വെച്ച് നോക്ക്. അതിന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രായമായവരുടെ മേക്കപ്പിൽ എനിക്ക് പ്രണവിൻ്റെയും ധ്യാനിൻ്റെയും പേഴ്സണലി ഒരു കുഴപ്പവും തോന്നിയില്ല. ഒരു കുഴപ്പം തോന്നിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കോമഡി, ചില സ്ഥലങ്ങളിൽ ഇഷ്യൂസ് തോന്നി. പക്ഷെ അതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിലിപ്പം കംപ്ലീറ്റ് പാളിപ്പോയി. ഇത് വിജയിക്കേണ്ട പടമല്ലായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും കംപ്ലീറ്റ് പാളിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. OTT വന്നപ്പോഴും തിയേറ്ററിൽ വന്നപ്പോഴും നന്നായിട്ട് വർക്കൗട്ടായ സിനിമ തന്നെയായിരുന്നു. അവിടെ ഇവിടെ ചെറിയ ഏരിയാസ് തിയേറ്ററിൽ ഇരുന്നപ്പോഴും എനിക്ക്, പക്ഷെ അത് ഈസി ടു ലെറ്റ് ഗോ ആയിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഔചിത്യം വെച്ചിട്ട് ട്രോളടേ. നിങ്ങളും കണ്ടിട്ടുള്ളല്ലേ പടം കാണാതെ വെച്ചിട്ട് ട്രോളെന്ന് ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഈ പറയുന്നതൊക്കെ അർഹിക്കുന്നുണ്ടെന്ന്? പിന്നെ അത് പറഞ്ഞ ശേഷം എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. മല്ലു അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അവർ ഈ പടത്തിന് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര നല്ല വരുന്നു, പിന്നെ OTT ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ പോലെ ചെയ്തിരുന്നു. അത് വളരെ നന്നായിരുന്നു.
എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ബയാസ് ഇല്ലാതെ അനലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ ആ മേക്കപ്പ് കൺവിൻസിങ് ആയിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ധ്യാനിൻ്റെ കാര്യത്തിൽ. പ്രണവിൻ്റെ കാര്യത്തിൽ പിന്നെയും സമ്മതിച്ചു തരാം, കൺവിൻസിങ് ആയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ധ്യാനിൻ്റെ കാര്യത്തിൽ കൺവിൻസിങ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലും കൂടുതൽ കൺവിൻസിങ് നിനക്ക് എന്ത് കൺവിൻസിങ് ആണ് വേണ്ടത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ പിന്നെ ഞാനിത് ഒരു പ്രാവശ്യം കൂടെ OTT-ലിരുന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചതാണ്. ബിക്കോസ് എനിക്ക് ഓൾറെഡി പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഓർമ്മ വെച്ചിട്ട് മാത്രം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതല്ലല്ലോ. പക്ഷേ എനിക്ക് ഇത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടപ്പോഴും എല്ലാം ഒരു സിമിലർ ഫീലിംഗ് കിട്ടി. ഞാൻ വല്ലാതെ ഫീൽ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ലാപ്ടോപ്പിൻ്റെ ലൈറ്റ് മാത്രം വരുന്നത് പോലെ രീതിയിൽ ആക്കിയിട്ട്, നല്ല ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പാണ്, അതിൻ്റെ ലൈറ്റ് മാത്രം വരുന്നത് പോലെ ബാക്കിയുള്ള എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ഇരുട്ടത്തിരുന്ന സിനിമ കാണും. ഈ സിനിമയ്ക്ക് മാത്രം. നല്ല ലൗഡ് സ്പീക്കറും ഉണ്ട്. അപ്പോൾ ഒരു കട്ട ഫീലാണ്. വിഷ്വൽസ് സൂപ്പർ ഫീലാണ്. പിന്നെ മല്ലു അനലിസ്റ്റ് പറഞ്ഞതിൽ ആദ്യത്തിൽ എനിക്ക് ഈ കുറച്ച് കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്നുണ്ട്. കല്യാണിയുടെ മേക്കപ്പ് ശരിയായിരുന്നില്ല. അത് ഞാൻ ഒറിജിനൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കല്യാണിയുടേതും അവർ തീരെ ട്രൈ ചെയ്തിട്ടില്ല. മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെളുപ്പിച്ച് എന്നിട്ട് മുഖത്ത് പോലും കുറച്ച് ചുളിവുകളോ അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷനോ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം എനിക്ക് തോന്നുന്നു മെയിൻ ക്യാരക്ടർ അല്ലല്ലോ. അപ്പോൾ അവരധികം ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. പക്ഷെ മെയിൻ ക്യാരക്ടേഴ്സിന് പറ്റുന്ന അത്രയും ഇത് കൊടുക്കുന്നുണ്ട്. അരോചകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ട ആർക്കും അരോചകമായിട്ട് തോന്നത്തില്ല. കാരണം അവർ ആദ്യം അത് കണ്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അവർ പിന്നെ OTT-ൽ വന്ന് കാണുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ മിസ് ചെയ്തവർ വരെ ഐ റിയലി പിറ്റി. കാരണം അതൊരു അനുഭൂതിയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ക്ലൈമാക്സ്. എന്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഞാനിപ്പോൾ കണ്ട ക്ലൈമാക്സാണ്. പക്ഷെ അത് അപ്പോൾ കണ്ടതും ഇപ്പോൾ കണ്ടതും എനിക്ക് ഞാൻ വേർതിരിച്ച് പറയാൻ പറ്റും. ഞാൻ ഇത്രയ്ക്കും ഇങ്ങനെ ഒരു റിവ്യൂ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മയത്തിലൊക്കെ ട്രോളാൻ അർഹതപ്പെട്ട് ഇതിനെക്കാട്ടിലും വളിച്ച പടങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് ട്രോളും. പിന്നെ എന്തൊക്കെ മോശം പടം ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരു പരിധി കൂടുതൽ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. പ്രണവ് പ്രൂവ് ചെയ്തിട്ടുള്ളല്ലേ ഹൃദയത്തിൽ വന്നിട്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെയാണോയെന്നറിയില്ല. മറ്റേ ആദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പുള്ളിയുടെ രണ്ടാമത്തെ പടം ഉണ്ടല്ലോ, എന്തതിൻ്റെ പേര്, 19-ാം നൂറ്റാണ്ടോ അങ്ങനെ എന്തോ. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. അത് എത്ര എനിക്ക് പ്രണവിനെ ഇഷ്ടമെന്ന് പറഞ്ഞാലും എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്ക് ഫ്ലോപ്പുകളുണ്ടായിട്ടുണ്ട്. പുള്ളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പുള്ളി ചിറക് വിടർത്തട്ടേന്നേ, എന്നിട്ട് നിങ്ങൾ വെടിവെക്കി. അല്ലാതെ നിങ്ങൾ വെറുതെ. അപ്പം കുറച്ച് മയത്തിലൊക്കെ ചെയ്യട്ടോ. പിന്നെ ചില ട്രോളന്മാർ കാണിച്ചു വെച്ചേക്കുന്ന ഇത് കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ അതിനുള്ള മറ്റേ നിതിൻ്റെ ഡയലോഗാണ്, ബോഡി ഷേമിങ് ചെയ്യുന്നോളാ പട്ടികളെ, ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോളാ പട്ടികളെ. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം അത്രയും അതപ്പതിച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ട്രോളുകൾ കാണുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി തോന്നാറുണ്ട്. ഇതിലതൊന്നുമില്ല. വെറുതെ കണ്ടു മടുത്ത മീംസ് തന്നെ എടുത്തു വെച്ചിട്ട് ഇവർക്ക് ടാലൻ്റ് ഇല്ല, ആ സീൻസിൻ്റെ കോണ്ടെക്സ്റ്റ് മാറ്റുന്നു, ഇമോഷണലായ സീൻസിൻ്റെ
ഇമോഷൻ മാറ്റിയിട്ട് ഒരു അതിൻ്റെ ഇമോഷണലാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങൾ അതൊന്നും മൂർധന്യത്തിലെത്താൻ വേണ്ടി അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ സീൻസിനോട് അടിസ്ഥാനപരമായിട്ട് എഡിറ്റിങ്ങിലൂടെ ടാമ്പർ ചെയ്തിട്ട് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ട്രോളിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആ സീനിൻ്റെ സത്ത് അവിടെ തന്നെ വേണം. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് ട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആ സീനിനെ എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിനല്ല ട്രോളിംഗ് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് സബ് പാർ ക്വാളിറ്റി മൂവീസ് ഇറക്കുന്നുണ്ട്. ഈ പ്രോഫിറ്റ് മാത്രം കണ്ടിട്ട് മൂവീസ് ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ള മൂവീസിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവിടെ മിസ്റ്റേക്സ് ഒരുപാടുണ്ടാകും. ആ മിസ്റ്റേക്സൊക്കെ എടുത്ത് വെച്ച് ട്രോളെന്നേ. അല്ലെങ്കിൽ ആക്ച്വൽ മിസ്റ്റേക്സ്, നല്ല സിനിമകളിലെ മിസ്റ്റേക്സ് വല്ലതും കണ്ടുപിടിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ചിട്ട് ഇതാക്കുക. അല്ലാണ്ട് വെറുതെ അവർ ചെയ്ത് വിജയിച്ച സാധനം ഇവിടെ വന്നപ്പോൾ വിജയിക്കുന്നില്ല. ആരും വിജയിക്കുന്നില്ല, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പരാജയപ്പെടുത്തുന്നത്.